അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് കർശന ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അപൂർവമായി മാത്രം കാണുന്നതും എന്നാൽ മരണസാധ്യത വളരെ കൂടുതലുമുള്ളതായ ഈ രോഗത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ആരോഗ്യവകുപ്പിന്റെ പ്രധാന ലക്ഷ്യം. കെട്ടിക്കിടക്കുന്ന മലിനജലത്തിലൂടെയാണ് ഈ രോഗം പ്രധാനമായും പകരുന്നത്. കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസർ കെ രാജാറാം പറയുന്നതനുസരിച്ച് അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണുക്കൾ തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് ഈ രോഗം ഉണ്ടാകുന്നത്. വൃത്തിഹീനമായ വെള്ളത്തിൽ കുളിക്കുകയോ നീന്തുകയോ ചെയ്യുന്നവരിലാണ് രോഗബാധ പ്രധാനമായും കണ്ടുവരുന്നത്. അമീബ തലച്ചോറിലേക്ക് കടക്കുന്നത് മൂക്കിലൂടെയാണ്. മൂക്കിനെയും തലച്ചോറിനെയും വേർതിരിക്കുന്ന നേർത്ത പാളിയിലുള്ള സുഷിരങ്ങൾ വഴിയോ അല്ലെങ്കിൽ കർണപടത്തിൽ ഉണ്ടാകുന്ന സുഷിരങ്ങൾ വഴിയോ ആണ് രോഗാണുക്കൾ തലച്ചോറിലേക്ക് പ്രവേശിക്കുന്നത്. അമീബ ശരീരത്തിൽ പ്രവേശിച്ചാൽ 5 തൊട്ട് 10 ദിവസത്തിനകം രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. ഈ രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് നേരിട്ട് പകരില്ല എന്നതിനാൽ ഭയപ്പെടേണ്ടതില്ല. എന്നാൽ രോഗബാധ സ്ഥിരീകരിക്കപ്പെട്ടാൽ അതിന്റെ തീവ്രത കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ രോഗത്തെ പ്രതിരോധിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ മറ്റ് പല രോഗങ്ങളോടും സാമ്യമുള്ളതിനാൽ തിരിച്ചറിയാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. സാധാരണ തലവേദനയിൽ നിന്ന് വ്യത്യസ്തമായി തീവ്രമായ വേദനയായിരിക്കും അനുഭവപ്പെടുക. കടുത്ത പനി രോഗത്തിന്റെ ഒരു പ്രധാന ലക്ഷണമാണ്. തുടർച്ചയായ ഓക്കാനവും ഛർദിയും ഉണ്ടാകും. കഴുത്ത് വലിഞ്ഞു മുറുകിയ അവസ്ഥയിലായിരിക്കും. ചലിപ്പിക്കാൻ പ്രയാസം നേരിടും. പ്രകാശത്തോട് സംവേദനക്ഷമത കൂടും. സാധാരണ ലക്ഷണങ്ങൾക്ക് പുറമെ ഭക്ഷണം കഴിക്കാനുള്ള മടി, കളിക്കാനുള്ള താല്പര്യമില്ലായ്മ, മയങ്ങിക്കിടക്കുക തുടങ്ങിയ ലക്ഷണങ്ങളും കാണിക്കാം. രോഗം ഗുരുതരമാവുന്നതിന്റെ സൂചനകളാണ് ഓർമ്മക്കുറവ്, അപസ്മാരം, ബോധക്ഷയം എന്നിവ. അതുകൊണ്ട് തന്നെ പനിയുമായി ഡോക്ടറെ കാണുമ്പോൾ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുകയോ നീന്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിവരം ഡോക്ടറെ അറിയിക്കേണ്ടത് അനിവാര്യമാണ്. അമീബിക് മസ്തിഷ്ക ജ്വരത്തെ തടയാനുള്ള ഏറ്റവും നല്ല മാർഗം മുൻകരുതലുകളാണ്. ആരോഗ്യ വകുപ്പ് നിർദ്ദേശിക്കുന്ന പ്രധാന പ്രതിരോധ മാർഗങ്ങൾ ഇവയൊക്കെയാണ്. മലിനമായതും കെട്ടിക്കിടക്കുന്നതുമായ വെള്ളത്തിൽ കുളിക്കുന്നതും നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. നീന്തുന്നവർ മൂക്കിൽ വെള്ളം കയറാത്ത വിധം നോസ് ക്ലിപ്പ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. വാട്ടർ തീം പാർക്കുകളിലും സ്വിമ്മിംഗ് പൂളുകളിലും വെള്ളം കൃത്യമായ ഇടവേളകളിൽ ക്ലോറിനേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. മലിനമായ വെള്ളം ഉപയോഗിച്ച് മുഖവും വായും കഴുകുന്നത് ഒഴിവാക്കുക. മൂക്കിലോ ചെവിയിലോ ഓപ്പറേഷൻ കഴിഞ്ഞവരും ചെവി പഴുപ്പുള്ളവരും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങി കുളിക്കരുത്. കിണറുകളും നീന്തൽക്കുളങ്ങളും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശമനുസരിച്ച് നിശ്ചിത ഇടവേളകളിൽ ക്ലോറിനേറ്റ് ചെയ്യണം. സ്വിമ്മിംഗ് പൂളിലെ വെള്ളം ആഴ്ചയിൽ ഒരിക്കൽ പൂർണ്ണമായും ഒഴുക്കിക്കളഞ്ഞ് തറയും വശങ്ങളും വൃത്തിയാക്കണം. ഫിൽട്ടറുകൾ വൃത്തിയാക്കിയ ശേഷം മാത്രം വെള്ളം നിറയ്ക്കുക. ഈ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലൂടെ അമീബിക് മസ്തിഷ്ക ജ്വരം പോലുള്ള ഗുരുതരമായ രോഗങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കും. ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ അവഗണിക്കാതെ പൊതുജനങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ ഇരിക്കേണ്ടത് അത്യാവശ്യമാണ്.